ഡെന്ന ഫ്ലാറ്റായി ഇടുന്ന ഡെന്ന ഫ്ലാറ്റ്. ഹായ് ഹായ്. നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രിപ്പ് പോവാണ്, ഞാൻ ഒറ്റയ്ക്കല്ല. ഗായ്സ്, എവിടെ എല്ലാവരും? സോ ഇതൊരു ഗേൾസ് ട്രിപ്പാണ്. നമ്മൾ ഡേ 1 ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ട്രെയിനിന് ഡേറ്റ് ആണ്, ട്രെയിൻ സ്റ്റേഷനിലാണ്. അപ്പം ബാക്കി പരിപാടികൾ ട്രെയിനിൽ. ഞങ്ങളെല്ലാവരും കൂടി യുക്രൈനിൽ എവിടെയാണ് പോകുന്നത്, അതായത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് വീഡിയോയുടെ എൻഡ് വരെ എല്ലാവരും കാണണേ. ഈ ട്രിപ്പ് ആക്ച്വലി കുറേ മുന്നേ ഞങ്ങൾ പ്ലാൻ ഇട്ട് പിന്നെ ആദ്യം വേണ്ടാന്ന് വെച്ച് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ പുറപ്പെട്ട ട്രിപ്പാണ് ഇത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫൈനലി ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഇപ്പം ഞാൻ ട്രിപ്പ് പോകണ എല്ലാവരും നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ കുറേ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ബാച്ച്മേറ്റും ഫ്രണ്ട്സും എല്ലാവരാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ എത്തി. ഞങ്ങൾ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിനിൻ്റെ എൻട്രൻസിൽ പോയിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറേ പേര് അവരുടെ പെറ്റ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ യാത്ര ചെയ്യാനും അങ്ങനെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്കർ ഞങ്ങളുടെ എല്ലാവരും ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. അതിന് സീറ്റ് നമ്പറെല്ലാം കൺഫേം ആക്കി. എന്നിട്ട് നമ്മൾ ട്രെയിനകത്തേക്ക് കയറി. ഇനി നമുക്ക് സീറ്റ് എവിടെയാണെന്നുള്ള വെച്ചാൽ പോകണം. ഞങ്ങളുടെ ലാസ്റ്റ് സെക്ഷനിലായിട്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ എല്ലാ ട്രെയിനിലും സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ബാഗ്സൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ താഴെ ഇരിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും ഒരു സെക്ഷനിൽ ബുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് താഴെ ഇരിക്കാനും ആൾക്കാരുണ്ട്, മുകളിലും ബർത്തുണ്ട്. അപ്പം താഴത്തെ സീറ്റിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലഗേജ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. കാരണം എല്ലാം സേഫായിട്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാമല്ലോ. എൻ്റെ സീറ്റ് മുകളിലത്തെ പുറത്തായിരുന്നേ. ഇനി അതിൽ എനിക്ക് ബെഡ് സെറ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി എല്ലാ സീറ്റിനുമുള്ള ബെഡ് അപ്പർ ബെർത്തിൽ അവർ വച്ചിട്ടുണ്ടാവും. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ട്രെയിനിൽ സർവീസ് ഞങ്ങൾക്ക് ഇവിടെ വിരിക്കാനുള്ള ഷീറ്റും ബെഡിൽ വിരിക്കാനുള്ള ഷീറ്റും അതുപോലെ പുതപ്പും സാധനങ്ങളൊക്കെ കൊണ്ടുതരാൻ വന്നു. നമ്മൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷീറ്റും കാര്യങ്ങളും കിട്ടുക. ഇല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ബെഡ് ഓൾറെഡി ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. So we have 4 things. നീ മുകളിലേക്ക് കയറാൻ പോവാ, അവിടെ കിടക്കാൻ പോവാ. ഇനി മുകളിലേക്ക് കയറാനാണ് പാട്. എൻ്റെ സൈഡിലാണ് ഈ മറ്റേ കാല് വയ്ക്കാനുള്ള സുനാപ്പില്ലേ സൈഡിൽ, അത് ബാക്കി അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഈ സൈഡിൽ എന്തോ ഉണ്ടായില്ല. ഇനിയിപ്പം അതാണ് പെടച്ച് കയറുന്നത്. ഞാനങ്ങനെ മുകളിൽ കയറിയത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. മുകളിലിരിക്കുകയാണ്, ഒടിഞ്ഞുകൂത്തിയിരിക്കുന്നത്. അപ്പം മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അടിപൊളി വ്യൂ. ഇവിടെ ഇതാണ് നമ്മുടെ ട്രെയിൻ സൺ. എൻ്റെ കാലുകൾ ഞാൻ ബെഡ് കാണിച്ചു തരാം. ഞാൻ ബെഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടു ഞാൻ വീണ്ടും താഴേക്ക് പോവാണ്. കാരണം എല്ലാവരും താഴെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി താഴെ പോയിരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാം. എൻ്റെ മെയിൻ ആയുധമായ ട്രൈപോഡും ഉണ്ട്. നമുക്ക് താഴേക്ക് പോകാം. ഇനി ഇവിടുന്ന് ഇറങ്ങലും കയറലും ഒരു വെൻ സീനാണ്. ഇറങ്ങാം. അങ്ങനെ താഴെ ഇറങ്ങിയിരുന്നപ്പം പുറത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല പ്രകൃതി രമണീയത. കാരണം ഞങ്ങൾ സമ്മർ ടൈമിൽ യാത്ര ചെയ്യണതുകൊണ്ട് ഫുൾ പുറത്ത് പച്ചപ്പും കാര്യങ്ങളൊക്കെ, കുറേ പാടവും അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ കുറേ കണ്ട്. ഡെന്ന ഫ്ലാറ്റായി ഡെന്ന ഫ്ലാറ്റായി എസ്തെറ്റിക്കലി കിടന്നുറങ്ങുന്നത് ഡെന്ന.
എണീറ്റോ ഞങ്ങളങ്ങനെ ടോസ്റ്റ്, ബ്രെഡ്, ചിപ്സ്, ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ലോങ് ജേർണിയാണിത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം എല്ലായിടത്ത് ഞങ്ങളങ്ങനെ എല്ലാവരും സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പുറത്ത് നല്ല വ്യൂ വരുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് പ്രകൃതി രമണീയത എടുക്കാമെന്ന് വിചാരിച്ചെടുത്തു. അപ്പം നിങ്ങൾ യുക്രൈനിലെ പച്ചപ്പ് കാണാം. കാരണം സമ്മർ ടൈമിൽ ഇവിടെ നല്ല ഫുൾ പച്ചപ്പ് എല്ലായിടത്തും. അത് ഇങ്ങനെ സമ്മർ കഴിഞ്ഞ് ഓട്ടം വരുമ്പോഴത്തേക്കും ഈ ഇലയെല്ലാം മഞ്ഞ കളറായി എല്ലാം കൊഴിഞ്ഞ് പിന്നെ ശിഖരങ്ങളൊക്കെ ഇലയില്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പം ഈ ടൈമിൽ ഫുൾ പച്ചപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് വയ്ക്കാം. നല്ല രസമല്ലേ അങ്ങനെ. ഉറങ്ങുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് മയങ്ങാൻ തീരുമാനിച്ചു. കാരണം അത്യാവശ്യം രാവിലെ നേരത്തെ എണീറ്റതായിരുന്നു. പിന്നെ കുറേ ദൂരം ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് കയറി കിടന്ന് കുറച്ചേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താറായി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്ന ഷീറ്റും കാര്യങ്ങളൊക്കെ ഇല്ല, അത് നമ്മൾ പാക്ക് ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുക്കണം ഇറങ്ങുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൊടുത്തു, എല്ലാവരുടെയും സാധനങ്ങൾ കൊടുത്തു, സ്റ്റേഷനെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ബാക്കി പരിപാടി നോക്കണം. ചല്ലേ Finally we are in Lviv guys. Yo yeah. So finally ഞങ്ങൾ ലിവിവിലെത്തി. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ യുക്രൈൻ. ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഫുഡും എല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്കമിങ് വീഡിയോസിൽ. കാരണം ഇത് കുറച്ച് ലെങ്ത്തായി. അപ്പം ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ട്രെയിൻ ജേർണി മാത്രമേ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോയി, എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു എന്നുള്ളതൊക്കെ വരുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഇനി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ എഴുതി അറിയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, എ ഡേ ഇൻ ലവീവ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കി ജേർണി എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ബൈ ബൈ.